കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പലപ്പോഴും ഭർത്താക്കന്മാരുടെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭാര്യയേക്കാളും ഉപരി നിങ്ങളുടെ ബന്ധം തകർക്കുവാനായി ശ്രമിച്ചിട്ടുണ്ടാവുക ഭാര്യയുടെ അമ്മയും അതുപോലെ തന്നെ ഈ അമ്മയുടെ ആങ്ങള അതുപോലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവന്മാരെ നമുക്ക് എവിഡൻസ് സ്റ്റേജിൽ ചോദ്യം ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടാകും. കാരണം അവർക്കെതിരെയുള്ള കൃത്യമായ തെളിവുകളും ഒരു പക്ഷേ നിങ്ങൾ ഭർത്താക്കന്മാരുടെ കയ്യിലും ഉണ്ടായിരിക്കും. പക്ഷേ ഈ പറയുന്ന ആളുകളെ എവിഡൻസ് സ്റ്റേജിൽ ഭാര്യ അവരുടെ സാക്ഷി പട്ടികയിൽ സാധാരണഗതിയിൽ ഉൾപ്പെടുത്താറില്ല. അങ്ങനെ ഉൾപ്പെടുത്താതെ വരുമ്പോൾ ചോദ്യം ചെയ്യുവാനായിട്ട് എന്ത് ചെയ്യും എന്ന് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്. അതിനുള്ള കൃത്യമായ ഉത്തരം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭാര്യയെ കൂടാതെ വേറെ ആരെങ്കിലും ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ നിങ്ങൾ കോടതിയിൽ ഭർത്താക്കന്മാർ കോടതിയിൽ സമർപ്പിക്കുന്ന സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ സാക്ഷി പട്ടികയിൽ അവരുടെ പേര് ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സാക്ഷികളെ ഭാര്യയുടെ വക്കീൽ ആദ്യം ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും അവിടെ റെക്കോർഡിംഗ് ആണ്. അതിനുശേഷം ഈ പറയുന്ന ആളുകൾ നിങ്ങളുടെ വക്കീലിനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്രോസ് എക്സാമിനേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ കേസിന് ആവശ്യമായിട്ടുള്ള മെറിറ്റ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കോടതിയിൽ റെക്കോർഡ് ചെയ്യിപ്പിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കേസ് ജയിക്കുവാനും സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പം നമ്മുടെ സാക്ഷി പട്ടികയിൽ നമുക്ക് അനുകൂലമായി സംസാരിക്കുന്ന ആളുകളെ മാത്രമല്ല നമുക്ക് പ്രതികൂലമായി നിൽക്കുന്ന ആളുകളെയും ഉൾപ്പെടുത്തുവാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.